എല്ലാവർക്കും ഡീറ്റെയിൽ ടെക് വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പെട്ടെന്ന് ഒരു LED പോസിറ്റീവും നെഗറ്റീവും തിരിച്ചറിയാൻ വേണ്ടിയെങ്കിൽ അത് LED വലിയ ലെഗ് പോസിറ്റീവും ചെറിയ ലെഗ് നെഗറ്റീവും ആയിരിക്കും. പിന്നെ LED കണക്ട് ചെയ്യുമ്പോൾ ബ്ലൂവിൻ്റെയും റെഡിൻ്റെയും പിന്നെ പോസിറ്റീവും നെഗറ്റീവും തമ്മിലാണ് കണക്ട് ചെയ്യേണ്ടത്. അതായത് ബ്ലൂവിൻ്റെ പോസിറ്റീവ് ആകുമ്പോൾ റെഡിൻ്റെ നെഗറ്റീവും കൂടിയിട്ട് പിന്നെ സോൾഡർ ചെയ്യുക. അതേമാതിരി മറ്റേ ലെഗും നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ സോൾഡർ ചെയ്യേണ്ടത്. എൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ലാസ്റ്റ് ഞാൻ കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അടുത്ത കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 1K റീഷൻസ് കണക്ട് ചെയ്യേണ്ടതാണ്. അത് LED രണ്ട് സൈഡിലുള്ള പിന്നും നമ്മൾ ലീഡും ജോയിൻ ചെയ്ത സ്ഥലത്ത് അപ്പോൾ രണ്ട് ടെർമിനൽ ഉണ്ടാവും. ആ രണ്ട് ടെർമിനലുണ്ട്, ഏതെങ്കിലും ഒരു ടെർമിനലിന് 1K റീഷൻസ് കണക്ട് ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ വൈറ്റ് കളർ LED ആണ്. ഇതിപ്പോൾ നമുക്ക് റെഡ് ഏതാണ് ബ്ലൂ ഏതാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് നമ്മളൊരു 3 വോൾട്ടിൻ്റെ ബാറ്ററി ഉപയോഗിച്ചിട്ട് അതിൻ്റെ റെഡും ബ്ലൂവും തമ്മിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഏതെങ്കിലും റെഡിനോ ബ്ലൂവിനോ നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മാർക്കർ ഇട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതിൻ്റെ ശേഷമായിരിക്കണം പിന്നെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്, വയറ് കണക്ട് ചെയ്യേണ്ടത് കറക്റ്റ് പൊളാരിറ്റി നോക്കി കണക്ട് ചെയ്യണം. ഇല്ലേ പിന്നെ നമ്മൾ ഫുള്ള് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഒരു DC വോൾട്ടേജ് ഔട്ട്പുട്ട് നെഗറ്റീവും പോസിറ്റീവും നമ്മൾ മനസ്സിലാവുന്ന ഒരു പ്രോപ്പറായിട്ട് ടെർമിനൽ അറിയാൻ പറ്റുന്ന ഒരു സാധനം ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇൻസുലേഷനോ അങ്ങനെ എന്തോ കാര്യങ്ങൾ ഒട്ടിച്ചതിന് ശേഷം ചെയ്താലും മതി. അതൊന്നും കുഴപ്പമില്ല. അതിപ്പോൾ നമ്മൾ പ്രൈമറി സ്റ്റേജിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഫുള്ളി വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പ്രോപ്പർ പോസിറ്റീവും നെഗറ്റീവും നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു സാധനത്തിൻ്റെ അകത്ത് നിന്ന് ചെക്ക് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ ഈ പിന്നെ പെന്നിൻ്റെ അത് കവറിൻ്റെ മാതിരി മുകളിൽ നമ്മൾ അത് പിന്നെ ഇൻസുലേഷൻ ഒട്ടിച്ച് വെച്ചാൽ മതി. റെഡ് കളറും ബ്ലാക്ക് കളറുമായിട്ട് ഇൻസുലേഷൻ ഒട്ടിച്ച് വെച്ചാലും മതി.
നമുക്ക് മുന്നേ ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ LED ഏതാണ്, കണക്ഷൻ ഏതാണ് ചിലപ്പോൾ മാർക്ക് ചെയ്യാൻ വിട്ടുപോകാനോ ഇല്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ അത് അറിയാൻ പറ്റുന്നില്ല എങ്കിൽ ഇതേമാതിരി ഒരു DC വോൾട്ടേജ് ഔട്ട്പുട്ട് വരുന്ന നെഗറ്റീവും പോസിറ്റീവും നമുക്ക് കറക്റ്റ് അറിയുന്ന ഒരു സാധനത്തിൻ്റെ അകത്ത് ഒരു DC ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ അകത്ത് നമ്മൾ പൊളാരിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതേമാതിരി ഒരു റെഡ് കളർ പിന്നെ ഇൻസുലേഷൻ ഒട്ടിച്ചു കൊടുക്കുക, മറ്റേ സൈഡിൽ ബ്ലാക്ക് കളറും ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് പിന്നെ തെറ്റിപ്പോകില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏത് കളർ LED കറക്റ്റ് ആണെങ്കിൽ ഏത് കളർ LED ബ്രൈറ്റ് ആവണം, റോങ് ആണെങ്കിൽ ഏത് പിന്നെ കളർ LED ബ്രൈറ്റ് ആവണമെന്ന് നമ്മൾ വെക്കുന്ന LED മതിയായിരിക്കും. അതിന് ചില ആൾക്കാർ പിന്നെ ഗ്രീനിന് ബദൽ ബ്ലൂ വെക്കും, ചിലപ്പോൾ വൈറ്റ് വെക്കും, പിന്നെ റോങ്ങിന് ചിലപ്പോൾ റെഡ് വെക്കും, ചിലപ്പോൾ അത് ഇഷ്ടമുള്ള കളർ നമ്മൾ വെക്കുക. പക്ഷേ അത് നമുക്ക് മനസ്സിലാണ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏത് കളറാണ് റോങ് കണക്ഷൻ, ഏത് കളർ LED ആണ് വെച്ചതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റണം, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ റോങ്ങിന് റെഡും പ്രോപ്പർ കറക്റ്റ് പൊളാരിറ്റിക്ക് ബ്ലൂ ആണ് LED ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അത് ഒരാളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പം പോസിറ്റീവായിട്ട് വരുന്ന സമയത്ത് ബ്ലൂവും നേരെ ഓപ്പോസിറ്റ് ആകുമ്പോൾ റെഡും ആണ് വർക്ക് ചെയ്യുന്നത്. ഇതേമാതിരിയുള്ള നമ്മൾ വയർ ചെക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. ഏതാണ് പൊളാരിറ്റി എന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. നെഗറ്റീവും പോസിറ്റീവും നമുക്ക് അറിയാൻ പറ്റില്ല ഇങ്ങനത്തെ വൈറ്റ് കളർ വയറൊക്കെ വരുമ്പോൾ. അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ നമ്മൾ കറക്റ്റായിട്ടുള്ള യൂസ് ഉണ്ടാവുക പൊളാരിറ്റി ചെക്കറിന്. ഇതിപ്പോൾ പോസിറ്റീവ് റൈറ്റ് സൈഡിൽ വരുന്ന റെഡ് കളറ് നമ്മൾ പെന്നിൻ്റെ ആ സൈഡിലാണ് പോസിറ്റീവ് വരുന്നത്. ആ സ്ഥലത്ത് നമ്മൾ ഇൻസുലേഷൻ റെഡ് മാർക്ക് ചെയ്ത് നോക്കുക, എല്ലാവരും കെട്ടിടുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും അത് പോസിറ്റീവാണ്. ഇത് നേരെ ഓപ്പോസിറ്റ് ആകുമ്പോൾ റോങ് ആയി. ഇതിപ്പം ഓപ്പോസിറ്റ് പൊളാരിറ്റിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ മാർക്ക് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.